വിവിധ വിഷയങ്ങളെ സംവാദാത്മകമായി നോക്കുന്ന ഈവനിംഗ് ഡിബേറ്റിലേക്ക് സ്വാഗതം. ആദ്യം ഇന്ന് നമ്മൾ ബോബി ചെമ്മണ്ണൂരിനെതിരായ ഹണി റോസ് നൽകിയ ലൈംഗിക അധിക്ഷേപ പരാതി കേസ് കോടതിയിൽ വാദം പൂർത്തിയായി. അല്പസമയത്തിനുള്ളിൽ ജാമ്യാപേക്ഷയിൽ വിധി പറയുന്ന സാഹചര്യമുണ്ട്. ഇതിൻ്റെ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി തിയോഫിൻ ചേരുന്നു. തിയോഫിൻ, എന്തൊക്കെയാണ് സർക്കാരിൻ്റെ വാദം ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ട്? ഇതിൻ്റെ വിധി എപ്പോഴാണ് എത്തുക? എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? അജിംഷാദ്, അല്പസമയത്തിനകം എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി നമ്പർ 2 ഇതുമായി ബന്ധപ്പെട്ട കേസിൻ്റെ വിധിയുണ്ടാകും. ഈ ബോബി ചെമ്മണ്ണൂരിനെതിരായ കേസിൽ ഹണി റോസാണ് പരാതി നൽകിയത്. ഹണി റോസിൻ്റെ പരാതിയിലെടുത്ത കേസിൽ ബോബി ചെമ്മണ്ണൂരിൻ്റെ അറസ്റ്റ് ഇന്നലെ വൈകിട്ടാണ് രേഖപ്പെടുത്തിയത്. ഇന്ന് ഉച്ചയോടുകൂടി കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു. പ്രോസിക്യൂഷനും പ്രതിഭാഗവും വളരെ ശക്തമായ വാദങ്ങൾ ഉന്നയിച്ചു. പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്നും ഉന്നയിച്ചിട്ടുള്ള പ്രധാന വാദം എന്ന് പറയുന്നത്, പ്രതി പുറത്തിറങ്ങിയാൽ സ്വാധീനശക്തിയുള്ള ആളാണ്, ഒരുപക്ഷെ ഒളിവിൽ പോകാൻ വരെ സാധ്യതയുണ്ട്, അതുകൊണ്ട് തന്നെ ജാമ്യം നൽകരുത് എന്നാണ് പ്രോസിക്യൂഷൻ വാദിക്കുന്നത്. ആ പ്രോസിക്യൂഷൻ്റെ വാദത്തിനെ എതിർത്ത് ഏതെങ്കിലും രീതിയിൽ ഒരു സാധ്യതയുണ്ടെങ്കിൽ അതിലൂടെ ജാമ്യം നേടിയെടുക്കാനുള്ള ഒരു ശ്രമമാണ് പ്രതിഭാഗത്തിൻ്റെ വാദത്തിലുണ്ടായിരുന്നത്. എന്ത് ഉപാധികൾ കോടതി പറഞ്ഞാലും എല്ലാ ഉപാധികളും സമ്മതിക്കാൻ തയ്യാറാണ്. ജാമ്യം നൽകണം എന്നതുമാണ് പ്രതിഭാഗത്തിൻ്റെ വാദം. അതോടൊപ്പം തന്നെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്നും പ്രതിഭാഗം വാദിച്ചിരുന്നു. അൾസർ ഉൾപ്പെടെയുള്ള രോഗങ്ങളുണ്ട്, അത്തരം പ്രശ്നങ്ങളുണ്ട്, ആരോഗ്യ പ്രശ്നങ്ങളുള്ളയാളാണ്, അതുകൊണ്ട് ജാമ്യം നൽകണമെന്ന് പ്രതിഭാഗം വാദിക്കുന്നു. ഇതിനെ മറുവശത്ത് എതിർത്തുകൊണ്ട് പ്രോസിക്യൂഷൻ്റെ വാദം എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സാക്ഷികളെ സ്വാധീനിക്കാൻ ഇടയുണ്ട്, തെളിവ് നശിപ്പിക്കാൻ ഇടയുണ്ട്, അതോടൊപ്പം തന്നെ ഒളിവിൽ പോകാനുള്ളൊരു സാധ്യത കൂടിയുണ്ട് എന്ന് പ്രോസിക്യൂഷൻ വാദിക്കുന്നു. വളരെ നിർണായകമായ നീക്കം പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട്. എന്തായാലും ഇതൊരു ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ സ്ത്രീകളെ അധിക്ഷേപിക്കുന്നവർക്ക് വലിയ ഒരു വാണിംഗ് ആണ് ഈ നടപടി. ഇതിനനുസരിച്ചുള്ളൊരു നീക്കം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കോടതി ഈ കേസിലെ വിധി പറയുമ്പോൾ നിർണായകമാകുന്ന മറ്റൊരു വിഷയം കൂടിയുണ്ട്. കഴിഞ്ഞ ദിവസം ഹണി റോസ് കോടതിയിൽ രഹസ്യ മൊഴി നൽകുകയും ചെയ്തിരുന്നു. ഈ മൊഴിയിൽ ഹണി റോസ് പറഞ്ഞ കാര്യങ്ങൾ കൂടി പരിഗണിച്ചായിരിക്കും ഒരു പക്ഷേ കോടതി ഈ കേസിൽ വിധി പറയുക. 2 സാധ്യതകൾ ഇവിടെയുണ്ട്. ഒരു പക്ഷേ കർശന ഉപാധികളോടുകൂടി ഒരു ജാമ്യം നൽകാം, അല്ലാത്ത പക്ഷം അങ്ങനെ ഒരു ജാമ്യം സന്ദേശ സമൂഹത്തിന് തീർച്ചയായും അത് കോടതിയുടെ വിവക്ഷയിൽ വരുന്നതാണ്. തീർച്ചയായും അത് നമ്മൾ കേട്ടതിന് ശേഷം അതിലേക്ക് പോകാം. തിയോഫിൻ, ഈ പരാതിക്കാരിയുടെ നമ്മൾ കണ്ടതും കേട്ടതുമായ പരാതികൾക്കപ്പുറത്തേക്ക് കൂടുതൽ മാനങ്ങൾ അതിന് കൈവരികയാണ്. അതായത് ബോധപൂർവം കയ്യിൽ കയറി പിടിക്കുക, സോഷ്യൽ മീഡിയയിലുള്ള അധിക്ഷേപം, വാക്കുകൾ കൊണ്ടുള്ള അധിക്ഷേപങ്ങൾ, അത് ഒരു വട്ടമല്ല, നിരന്തരമായി നാം സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ പോലും കണ്ടിട്ടുണ്ട്. നമുക്ക് പോലും അറപ്പുണ്ടാകുന്ന രീതിയിൽ ഹണി റോസിനോട് മാത്രമല്ല പലരോടും ഈ ബോബി ചെമ്മണ്ണൂർ പെരുമാറിയത്, അതൊക്കെ നമ്മൾ ഇന്നലെ ചർച്ച ചെയ്ത് വരികയാണ്. ഈ ഘട്ടത്തിൽ ഹണി റോസ് ശാരീരികമായും കയ്യിൽ കയറി ബലമായി പിടിക്കാൻ ശ്രമിച്ചു എന്നത് അടക്കമുള്ള കാര്യങ്ങൾ പരാതിയിൽ ഈ രഹസ്യമൊഴിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് മുമ്പോട്ട് പോവുകയാണ്. അജിംഷാദ്, അതായത് തന്നെ അനുവാദമില്ലാതെ ശരീരത്തിൽ സ്പർശിച്ചു എന്നത് നേരത്തെ തന്നെ ഹണി റോസ് പറഞ്ഞിട്ടുള്ളതാണ്. അത് ഇന്നലെ നൽകിയ രഹസ്യമൊഴിയിലും മജിസ്ട്രേറ്റിനോട് അത് ആവർത്തിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമുള്ള ഒരു കേസ് വരുന്നത്. പക്ഷേ നിലവിൽ ആദ്യത്തെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് എടുത്തിട്ടുള്ള കേസിൽ ദ്വയാർത്ഥ പ്രയോഗമുള്ള പരാമർശങ്ങൾ നടത്തി എന്നതും സമൂഹ മാധ്യമങ്ങളിലൂടെ അപകീർത്തികരമായ രീതിയിൽ പരാമർശം നടത്തി അധിക്ഷേപിച്ചു എന്നത് കൂടിയാണുള്ളത്. പക്ഷേ ഇതിൽ ഈ അനുവാദമില്ലാതെ ശരീരത്തിൽ സ്പർശിച്ചു എന്നതാണ് ഒരു ജാമ്യമില്ലാത്ത വകുപ്പ് അല്ലെങ്കിൽ ജാമ്യം നൽകാതിരിക്കാനുള്ളൊരു പ്രധാന റീസൺ വരുന്നത്. ഇവിടെ കോടതിയുടെ വിവേചനാധികാരമാണ് ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുക. കാരണം കോടതിക്കാണ് ഇനി തീരുമാനിക്കാൻ കഴിയുക, കർശന ഉപാധികൾ വെച്ചുകൊണ്ട് പുറത്തുവിടണോ അതല്ലെങ്കിൽ ഈ കുറ്റവാളിക്ക് ജയിൽ ശിക്ഷ നൽകണോ എന്നത് കോടതിയാണ് തീരുമാനിക്കുക. കോടതി തീരുമാനിക്കുന്നതിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹണി റോസ് നൽകിയ രഹസ്യ മൊഴിയിൽ മജിസ്ട്രേറ്റിനോട് പറഞ്ഞ കാര്യങ്ങൾ കൂടി അതിൽ ഉൾപ്പെടും. ഒരു പക്ഷേ കസ്റ്റഡിയിൽ വേണമെന്ന് പോലീസ് ആവശ്യപ്പെടാത്തത് കൊണ്ടാണ് മറ്റൊരു സാധ്യത നമ്മൾ പറയുന്നത്. അല്ലാത്ത പക്ഷം 2 രീതിയിൽ കാര്യങ്ങൾ വരാം. ഒന്നുകിൽ കോടതിക്ക് ശിക്ഷിക്കാം, അതല്ലാത്ത പക്ഷം കോടതിക്ക് തന്നെ ഈ ബോബി ചെമ്മണ്ണൂരിൻ്റെ ഒരു മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയുടെ പരിഗണനയിലേക്ക് വന്നിട്ടുണ്ട്. ആ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയാലും സ്വാഭാവികമായി തന്നെ ബോബി ചെമ്മണ്ണൂരിന് ജയിലിലേക്ക് പോകേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ അത് റിമാൻഡാകും. അങ്ങനെ അത്തരത്തിലൊരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ
തെറ്റായ രീതിയിലുള്ള ഇതിനൊരു കാരണം കൂടിയുണ്ട്. ബോബി ചെമ്മണ്ണൂർ ചെയ്തതും പറഞ്ഞതുമായ കാര്യങ്ങൾ മാത്രമല്ല, ഒരുപാട് പേർക്ക് ബോബി ചെമ്മണ്ണൂർ തെറ്റായ വഴിയിലേക്ക് തീർച്ചയായും അത് തന്നെയാണ് ഹണി റോസ് പറയുകയും ചെയ്യുന്നുണ്ട്. ഹണി റോസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലടക്കം അതുണ്ട്. പണത്തിന്റെ ഹുങ്കിൽ അങ്ങനെ സ്ത്രീ വിരുദ്ധതയുമായി താങ്കൾ മുന്നോട്ട് പോയാൽ ഈ ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ, നാടിൻ്റെ നിയമവ്യവസ്ഥയിലാണ് തനിക്ക് വിശ്വാസം എന്നത് പറഞ്ഞുകൊണ്ടാണ്. അത് ഇന്നലെ മുഖ്യമന്ത്രിക്ക് അവർ നേരിട്ട് കാര്യങ്ങൾ ബോധിപ്പിച്ച ശേഷം മുഖ്യമന്ത്രിയുടെ ഉറപ്പടക്കം, മുഖ്യമന്ത്രിക്ക് നന്ദി പറഞ്ഞുകൊണ്ടടക്കം ഇന്നലെ തന്നെ ഹണി റോസ് ഇത് പ്രതികരിക്കുകയും ചെയ്തതാണ് വിവിധ മാധ്യമങ്ങളോട്. തീർച്ചയായും അജിംഷാദ്, അത്തരത്തിൽ നിയമത്തിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് പരാതിയുമായി ഒരു പോരാട്ടത്തിന് മുന്നോട്ട് പോയ ആളാണ് ഹണി റോസ്. അങ്ങനെ ഒരു പോരാട്ടത്തിന് തയ്യാറായി ഒരു വ്യക്തി ഇറങ്ങുമ്പോൾ ആ വ്യക്തിക്കൊപ്പം നിൽക്കുക എന്ന ഒരു ചുമതലയാണ് അത് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് നിർവഹിച്ചത്. അത് നിയമ വിഭാഗം അല്ലെങ്കിൽ ജുഡീഷ്യറിയും അത് ചെയ്യുമെന്നാണ് നമ്മൾ കരുതുന്നത്. അങ്ങനെ ആകുമ്പോഴാണ് ഒരു പക്ഷേ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ആ ഒരു ശിക്ഷ, ഇതൊരു പാഠം എന്ന നിലയിൽ ഒരുപാട് പേർക്ക് ഒരു മുന്നറിയിപ്പ് കൂടി എന്ന നിലയിൽ ഇത്തരത്തിലൊരു ശിക്ഷാ നടപടി ഉണ്ടാകാനുള്ള ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ ബോബി ചെമ്മണ്ണൂർ ജയിലിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ രണ്ട് സാധ്യതയുണ്ട്. എന്ത് ഉപാധികൾ കോടതി പറഞ്ഞാലും അംഗീകരിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജാമ്യത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു പക്ഷേ കർശന ഉപാധികൾ വെച്ചുകൊണ്ട് താൽക്കാലികമായി വിടുകയാണോ, അതല്ല സൂചിപ്പിച്ചതുപോലെ ഹണി റോസ് പറഞ്ഞതുപോലെ ഈ പ്രശ്നത്തിൻ്റെ മെറിറ്റ് അല്ലെങ്കിൽ ഇതിലെ പ്രശ്നങ്ങൾ ആ വിധത്തിൽ വ്യാപിക്കുന്നതാണ്. ഒന്ന്, ഇത് ബോബി ചെമ്മണ്ണൂരിൻ്റെ അധിക്ഷേപങ്ങൾ എന്നതിൽ മാത്രം നിൽക്കുന്ന ഒന്നല്ല. അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് ഒരു കൂട്ടം ആൾക്കാരെ ഇത്തരത്തിൽ തെറ്റായി നയിക്കുന്ന രീതിയിലേക്കായിരുന്നു ബോബി ചെമ്മണ്ണൂരിൻ്റെ പെരുമാറ്റം. ഈ നടപടികൾ കൈക്കൊണ്ടതിന് ശേഷവും അതിൻ്റെ ചില അനുരണനങ്ങൾ സമൂഹത്തിൽ നാം കണ്ടു. അതാണ് രാഹുൽ ഈശ്വറിനെതിരെ ഹണി റോസിന് രംഗത്തെത്തേണ്ടി വന്നൊരു സാഹചര്യമുള്ളത്. തീർച്ചയായും ഇതിൻ്റെ വിവരങ്ങളും നൽകാനായി ഉമേഷ് കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. തന്ത്രി കുടുംബത്തിലെ രാഹുൽ ഈശ്വർ പൂജാരിയാകാതിരുന്നത് നന്നായെന്നാണ് ഹണി റോസ് ഫേസ്ബുക്കിൽ പ്രതികരിച്ചത്. പൂജാരി ആയിരുന്നെങ്കിൽ ക്ഷേത്രത്തിൽ വരുന്ന സ്ത്രീകൾക്ക് ഡ്രസ് കോഡ് ഉണ്ടാക്കിയേനെ. സ്ത്രീകളെ ഏത് വേഷത്തിൽ കണ്ടാലാണ് അദ്ദേഹത്തിൻ്റെ നിയന്ത്രണം പോകുന്നതെന്ന് അറിയില്ല. ഭാഷയുടെ കാര്യത്തിലുള്ള നിയന്ത്രണം അദ്ദേഹത്തിന് സ്ത്രീകളുടെ വസ്ത്രധാരണം കാണുമ്പോൾ ഇല്ലെന്നും ഹണി റോസ് തൻ്റെ ഫേസ്ബുക്ക് പേജിൽ കുറിച്ചു. കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിൽ ചർച്ചയിൽ പങ്കെടുക്കവെയാണ് രാഹുൽ ഈശ്വർ ഹണി റോസിൻ്റെ വസ്ത്രധാരണത്തെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയത്. ഇതേ തുടർന്നായിരുന്നു ഹണി റോസിൻ്റെ പ്രതികരണം. അതിൻ്റെ വിവരങ്ങളുമായി ഉമേഷ് ചേരുകയാണ്. ഉമേഷ്, തീർച്ചയായും തിയോഫിനിലേക്ക് തന്നെ എത്താൽ. തിയോഫിൻ, നോക്കൂ, ഏറ്റവും പ്രധാനപ്പെട്ടൊരു വസ്തുത, ഒരു സ്ത്രീ അവൾക്കിഷ്ടമുള്ള വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് മേലുള്ള പുരുഷൻ്റെ ആധിപത്യത്തിൻ്റെ കടന്നാക്രമണമാണ്. കുറ്റം ചെയ്ത് ഒരു പ്രതി പിടിയിലാകുന്ന ഘട്ടത്തിൽ പോലും ആ പ്രതിയെ ന്യായീകരിക്കാനായി രംഗത്ത് വരുമ്പോഴും കാരണം കണ്ടെത്തുന്നത് ഇരയാക്കപ്പെട്ടവളുടെ, ആക്രമണത്തിനിരയായവളുടെ വസ്ത്രധാരണമാണ് എന്ന വിചിത്രമായ അപരിഷ്കൃതമായ വാദം, അതും രാഹുൽ ഈശ്വറിനെ പോലെയുള്ള ഒരാൾ പറയുന്നു. അവിടെയാണ് ഹണി റോസിൻ്റെ ഈ പ്രതികരണം കൂടുതൽ പ്രസക്തമാകുന്നത്. അജിംഷാദ്, തീർച്ചയായും അതാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചത്. അല്ലെങ്കിൽ ഹണി റോസ് നേരത്തെ കഴിഞ്ഞ ദിവസം തൻ്റെ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ച കാര്യം കൂടി, ഇതൊരു പോരാട്ടത്തിനാണ് ഇറങ്ങുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് പരാതിയുമായി ഹണി റോസ് മുന്നോട്ട് പോയത്. കാരണം തനിക്ക് വേണ്ടി മാത്രമല്ല, അല്ലെങ്കിൽ ബോബി ചെമ്മണ്ണൂർ എന്ന ഒരു വ്യക്തിക്കെതിരെ അല്ലെങ്കിൽ ആ ഒരു വ്യവസായിക്കെതിരെ മാത്രമുള്ള ഒരു പോരാട്ടമല്ല ഇത്. തെറ്റായ സന്ദേശം പ്രചരിപ്പിക്കപ്പെടുന്ന സമൂഹത്തിൽ പലർക്കുമിടയിൽ ഒരുപാട് പേർ ഇത്തരത്തിൽ അധിക്ഷേപത്തിന് ഇരയാകുന്നു. അങ്ങനെ ഇരയാക്കപ്പെടുന്നവർക്കും അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ ദുരുപയോഗം ചെയ്ത് അധിക്ഷേപം നടത്തുന്നവർക്കെതിരെ കൂടിയാണ് ഈ പോരാട്ടം. ആ വലിയൊരു പോരാട്ടത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നു എന്നതാണ് ഈ ഹണി റോസ് നൽകിയ പരാതിയുടെ ഒരു ഏറ്റവും ഒരു പ്രാധാന്യം. അങ്ങനെ വരുമ്പോൾ തന്നെ ഇതിൽ ഒരു നിർണായക നടപടി കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ഇത്തരക്കാർക്കെതിരെ ഒരു വലിയൊരു വാണിംഗ് നിയമ അല്ലെങ്കിൽ ജുഡീഷ്യറി നൽകേണ്ടതുണ്ട്. അതാണ് ഈ സന്ദേശം. തന്നെയുമല്ല, ഈ ബോബി ചെമ്മണ്ണൂർ തുടങ്ങി വെച്ച ഇത്തരത്തിൽ ദ്വയാർത്ഥ പരാമർശങ്ങളാണ്. അതായത് അതിൽ തൻ്റെ ഭാഗത്ത് തെറ്റില്ല എന്ന് ബോബി ചെമ്മണ്ണൂർ വാദിക്കുന്നതിനൊരു കാരണം മറ്റുള്ളവർ തെറ്റായി വ്യാഖ്യാനിച്ചതെന്നാണ്.
പക്ഷേ ബോബി ചെമ്മണ്ണൂരിൻ്റെ വാക്കുകൾ, അയാളുടെ വീഡിയോകൾ കാണുമ്പോൾ കാണുന്ന എല്ലാവർക്കും മനസ്സിലാവുന്നതാണ് ഇയാൾ ദുരുദ്ദേശപരമായി തന്നെയാണ് ഇത്തരത്തിൽ പരാമർശം നടത്തിയതെന്ന്. പക്ഷേ അതിൽ നിന്ന് കൃത്യമായ വാക്കുകൾ എണ്ണി പറയുമ്പോൾ അതിൽ മോശം വാക്കുകളില്ല എന്നൊക്കെ പറഞ്ഞ് വാദിക്കാൻ കഴിയുമെങ്കിലും ഈ വീഡിയോ ആകമാനമായും അയാൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചെയ്തിട്ടുള്ള അഭിമുഖങ്ങളും എല്ലാം ഈ തെറ്റായ സന്ദേശം അല്ലെങ്കിൽ അയാൾ ഒരു ലൈംഗിക ചുവയോടുകൂടിയ ലൈംഗിക അധിക്ഷേപം ഉൾപ്പെടുന്ന ദ്വയാർത്ഥ പരാമർശം നടത്തിയെന്നത് കാണുന്നവർക്കെല്ലാം വ്യക്തമാകുന്നതാണ്. അത്തരത്തിലുള്ള സന്ദേശം നൽകിയതിലൂടെ ഇദ്ദേഹത്തിൻ്റെ ഒരു വാദം അല്ലെങ്കിൽ ഇദ്ദേഹം പറയുന്നത് ആസ്വദിക്കുന്ന കുറേ പേരുണ്ട്, ഇദ്ദേഹത്തിൻ്റെ ആരാധകരുണ്ട്, ഒരു ബോബി ചെമ്മണ്ണൂർ ഫാൻസ് ഉണ്ട്. അത്തരക്കാരെല്ലാം പലയിടത്തു നിന്നായി ഇത്തരം ഇയാളുടെ വീഡിയോകളിൽ അവർ മറ്റുള്ളവരെ അധിക്ഷേപിക്കുന്ന, സ്ത്രീകളെ അധിക്ഷേപിക്കുന്ന കമന്റുകൾ ഇട്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ നിലപാട് അത് പ്രത്യേകിച്ച് നിയമപരമായ അറിവ് കൂടിയുള്ള രാഹുൽ ഈശ്വർ ആ നിലപാട് ആവർത്തിക്കുന്നു എന്നത് ബോധപൂർവമായ ചില താല്പര്യങ്ങൾ അതിൻ്റെ പിന്നിൽ ആരെങ്കിലും സംശയിച്ചാൽ തെറ്റു പറയാനാകില്ല. കാരണം ആ രീതിയിലാണ് പിന്നീടും അദ്ദേഹം പ്രതികരിക്കുന്നത്. ഞാൻ തിയോഫിലിലേക്ക് എത്താം. നടി ഹണി റോസിനെതിരായ ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നതായാണ് രാഹുൽ ഈശ്വർ പിന്നെയും പ്രതികരിച്ചത്. കൈരളി ന്യൂസിനോടുള്ള അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഒന്ന് കാണാം. സാർ, എന്നെ ഹണി റോസ് വിമർശിക്കുന്നതിനെ ഞാൻ ബഹുമാനത്തോടെ കാണുന്നു. എനിക്ക് ഏതെങ്കിലും രീതിയിൽ ഞാൻ പറഞ്ഞ വാക്കുകൾ ശരിയല്ലാന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് അവർ പറയുന്നത് പരിശോധിക്കാം. ഇതേപോലെ ഹണി റോസിന്റെ വസ്ത്രധാരണവും അവരെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ വരുന്ന വീഡിയോയും ഫോട്ടോയും എല്ലാം അവരും കൂടി ഒന്ന് കാണണം. നമ്മൾ മാത്രമല്ല, വെറുതെ സോഷ്യൽ മീഡിയയിൽ പോയി ഹണി റോസ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താൽ ഹണി റോസ് ധരിക്കുന്ന ഡ്രസ്സ്, ഹണി റോസ് ധരിക്കുന്ന വീഡിയോസ് തുടങ്ങിയ കാര്യങ്ങൾ കാണും. ഇതവര് കാണാത്തൊന്നും അല്ലല്ലോ. അപ്പോൾ അതിനെ എത്ര വൈകൃതപരമായി പ്രസന്റ് ചെയ്യുന്നു എന്നറിഞ്ഞിട്ടും അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടുകളും റീഷെയർ ചെയ്യുന്ന നിലപാടുകളും ഒക്കെ ഹണി റോസ് എടുക്കുമ്പോൾ നാട്ടുകാരതിനെ വിമർശിക്കില്ലേ? തീർച്ചയായും തിയോഫിൻ, അതായത് സ്വന്തം ശരീരത്തിൽ എങ്ങനെ വസ്ത്രം ധരിക്കണം എന്ന ഒരു സ്ത്രീയുടെ അവകാശത്തിന്മേലാണ് വേട്ടക്കാരന് വേണ്ടി വാദം ഉന്നയിക്കുന്നത്. അങ്ങനെ വസ്ത്രം ധരിച്ചാൽ അത് വേട്ടക്കാരന് അത്തരത്തിൽ അനൗചിത്യപരമായ കാര്യങ്ങൾ തോന്നും. അതുകൊണ്ട് വേട്ടക്കാരനെ സംരക്ഷിക്കാനായി, വേട്ടക്കാരനെ അതിൽ നിന്ന് മാറ്റി നിർത്താനായി ഇര ഒതുങ്ങിപ്പോകണമെന്ന അപരിഷ്കൃതമായ ചിന്തയുടെ പ്രതിഫലനങ്ങളാണ് രാഹുൽ ഈശ്വറിൽ നിന്ന് വീണ്ടും ആവർത്തിക്കപ്പെടുന്നത്. തിയോഫിൻ, അജിംഷാദ്, അത്തരം വിചിത്രമായ അല്ലെങ്കിൽ ന്യായീകരണവാദങ്ങൾക്കൊന്നും പ്രസക്തി ഉണ്ടാകില്ല എന്ന് അത് ജുഡീഷ്യറിയാണ് ഒരു പക്ഷേ പലപ്പോഴായി തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരം കേസുകളിൽ ഇടപെട്ട് കൃത്യമായ വിധി പറയുമ്പോൾ ജുഡീഷ്യറിയുടെ ഭാഗത്തുനിന്നും വ്യക്തമായ സന്ദേശം ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അത്തരത്തിലൊരു സന്ദേശം ഇത്തവണയും ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നേരത്തെ അജിംഷാദ് സൂചിപ്പിച്ചതുപോലെ രാഹുൽ ഈശ്വറിന് ഇത്തരം പരാമർശം നടത്താൻ കഴിയുന്നു എന്ന് പറയുമ്പോൾ നിയമം അനുശാസിക്കുന്ന രണ്ട് കാര്യങ്ങൾ. ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആ വ്യക്തിക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അഭിപ്രായ സ്വാതന്ത്ര്യം മറ്റൊരു വ്യക്തിക്കുമുണ്ടെങ്കിലും ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ കടന്നു കയറി നമ്മൾ സാധാരണ പറയാറുണ്ട് നമ്മുടെ ഒരു സ്വാതന്ത്ര്യം എന്ന് പറയുന്ന അല്ലെങ്കിൽ നമ്മളെ തീർച്ചയായും ഞാൻ തിരിച്ചെത്താം. പുരുഷൻ മസിൽ കാണിച്ചുകൊണ്ട് കാണിക്കുന്ന പല കോപ്രായത്തരങ്ങളും അല്ലെങ്കിൽ നല്ല പരിപാടികളും ഒക്കെ നാം കണ്ടിട്ടുണ്ട്. അവിടെയൊന്നും ഒരു വേട്ടക്കാരിയും അതിന് സമാനമായ രീതിയിൽ തോന്നുന്നില്ല. പിന്നെ തിരിച്ചാകുമ്പോൾ എങ്ങനെയാണ് തോന്നുന്നത്? അങ്ങനെ വസ്ത്രം ധരിച്ചാൽ പോലും അത് അവരുടെ സ്വാതന്ത്ര്യമാണെന്ന് കണ്ട് ബഹുമാനിക്കാനുള്ള ജനാധിപത്യ ബോധവും നിയമബോധവും പൗരബോധവും ഇല്ലാത്തവർ അഴിക്കുള്ളിൽ കിടക്കട്ടെ. അവരെ പിന്തുണയ്ക്കുന്നവർക്ക് കാലം മാപ്പ് കൊടുക്കാതിരിക്കട്ടെ. തീർച്ചയായും ഹണി റോസിനെതിരായ അധിക്ഷേപങ്ങൾക്ക് എതിരായി ഉള്ള നിയമ നടപടിയുടെ പ്രക്രിയകൾ പുരോഗമിക്കുകയാണ്. ഇന്നലെ അറസ്റ്റിലായ ബോച്ചയുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന വേളയിലാണ് കോടതി. അതിൻ്റെ വിവരങ്ങളിലേക്ക് കൂടി ഒന്ന് പോകാം. തിയോഫിൻ ചേരുകയാണ്. തിയോഫിൻ, എന്തൊക്കെയാണ് കോടതി മുറിയിൽ പുരോഗമിക്കുന്നത്? വാദം ഇന്ന് സർക്കാരിൻ്റെ വാദം ജാമ്യത്തെ എതിർത്തുകൊണ്ടും പ്രതി ജാമ്യത്തിനായും ഒക്കെ ഏറ്റുമുട്ടിയ വാദമൊക്കെ പൂർത്തിയായി വിധി പറയാനായി മാറ്റിയിരിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ വിധിയെത്തുമെന്നാണ് അറിയാനുമാകുന്നത്. എന്തൊക്കെയാണ് ഏറ്റവും പുതിയ പുരോഗതി കോടതി മുറിക്കുള്ളിലെ? അജിംഷാദ്, അല്പസമയത്തിനകം വിധി ഉണ്ടാകുമെന്നാണ് നമ്മൾക്ക് അറിയാൻ കഴിയുന്നത്. ഈ തെറ്റ് ചെയ്തവർക്ക് എന്തായാലും മാതൃകാപരമായൊരു ശിക്ഷ അല്ലെങ്കിൽ അത്തരത്തിലൊരു ഒരു പാഠമാകുന്ന രീതിയിലുള്ളൊരു നിലപാട് കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം വിചിത്രമായ വാദങ്ങൾ പലപ്പോഴും ഉന്നയിച്ചിരുന്നു. പക്ഷേ ഒരു കാര്യം നമുക്കിവിടെ എടുത്തു പറയേണ്ടത്, ഇന്നലെ വൈകുന്നേരം വരെ
താൻ തെറ്റ് ചെയ്തിട്ട് ഇപ്പോഴും തെറ്റ് ചെയ്തിട്ടില്ല എന്നാണ് ബോബി ചെമ്മണ്ണൂർ ആവർത്തിക്കുന്നതെങ്കിൽ കൂടി ഇന്നലെ ഉണ്ടായിരുന്ന ഒരു അമിതമായ ഒരു ആത്മവിശ്വാസം അത് ഇന്ന് പകൽ കാണുമ്പോൾ ബോബി ചെമ്മണ്ണൂരിന് ഇല്ലായിരുന്നു. കാരണം താൻ എന്ത് തെറ്റ് ചെയ്താലും കുഴപ്പമില്ല. ഇതിനോടൊപ്പം പോലീസ് ചെയ്ത ഈ നടപടിക്ക് അതിവേഗം പോലീസ് ഈ നടപടിയിലേക്ക് കടക്കുന്നത് നൽകിയ ഒരു സന്ദേശം കൂടി നമുക്കത് എടുത്തു പറയേണ്ടതുണ്ട്. എത്ര വലിയ സമ്പന്നനാണ് എന്ന് പറഞ്ഞാലും നിയമത്തെ അല്ലെങ്കിൽ വലിയൊരു സ്ഥാനത്തിരിക്കുന്ന അല്ലെങ്കിൽ സമ്പന്നനായ ഒരാൾ ആ പണത്തിൻ്റെ മുകളിൽ ഇരുന്നു കൊണ്ട് ഏത് നിയമത്തെ അട്ടിമറിക്കാം, ആർക്കെതിരെയും എന്തും പറയാമെന്ന ഒരു ഹുങ്ക് വേണ്ട എന്നത് അത് നിയമത്തിൻ്റെ വഴിക്ക് നീങ്ങും. നിയമ നടപടികൾക്ക് അതൊരു തടസ്സമല്ല എന്ന വ്യക്തമായ സന്ദേശം പോലീസ് നൽകി കഴിഞ്ഞു. ഇതിനി കോടതിയുടെ ഭാഗത്തു നിന്നും വ്യക്തമായൊരു ഒരു പാഠം, ഒരു മുന്നറിയിപ്പ് എന്ന നിലയിൽ അത് ഒട്ടേറെ പേർക്ക് ബോബി ചെമ്മണ്ണൂരിന് മാത്രമല്ല ഇത്തരത്തിൽ നിരവധി പേർ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ഹണി റോസിന് എതിരെ പരാമർശങ്ങൾ നടത്തിയവരുണ്ട്. ഈ ബോബി ചെമ്മണ്ണൂർ പറയുന്നതും ഇയാളുടെ വീഡിയോയിലൂടെ ഇയാൾ നടത്തുന്ന പരാമർശങ്ങൾ ആസ്വദിക്കുന്നവർ, ഇതിന് പിന്നാലെ ഇത് കണ്ട് അയാൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഹണി റോസിൻ്റെ ഫേസ്ബുക്ക് പേജിലും ഇൻസ്റ്റാഗ്രാം പേജിലുമൊക്കെ പോയി കമൻ്റ് ഇട്ട് ആസ്വദിക്കുന്നവർ, അതിൽ ഒരു സംതൃപ്തി കണ്ടെത്തുന്ന ആ ഒരു വിചിത്രമായ ആളുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കമൻറ്റുകൾ ഇടുന്നവർക്കെതിരെയൊക്കെ പരാതിയുണ്ട്. ഇവർക്കെതിരെ നടപടിയുണ്ടാകും. ഇവർക്കെതിരെ പോലീസ് ഇവരെയെല്ലാം ഇത്തരം ഫേക്ക് അക്കൗണ്ടുകളുടെ 20ഓളം അക്കൗണ്ടുകളാണ് ഇത്തരത്തിൽ പോലീസ് നിരീക്ഷണത്തിലാക്കിയിരിക്കുന്നത്. ഇതിൽ 5-6 അക്കൗണ്ടുകൾ ഫേക്ക് അക്കൗണ്ടുകളാണ്. അത്തരക്കാർ ഈ ബോബി ചെമ്മണ്ണൂർ ഫാൻസ് ആണോ, ബോബിയെ പല രീതിയിൽ പിന്തുണയ്ക്കുന്ന ആളുകളാണോ എന്നത് അന്വേഷിക്കുന്നുണ്ട്. അതിൽ കൃത്യമായ വിവരങ്ങൾ അറിയുന്നതിനായി സോഷ്യൽ മീഡിയ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം അധികൃതരോട് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഇതിൽ കൃത്യത കിട്ടിക്കഴിഞ്ഞാൽ ഈ ഫേക്ക് അക്കൗണ്ടുകൾ ഉപയോഗിച്ച് ഇത്തരം പരാമർശങ്ങൾ അധിക്ഷേപങ്ങൾ നടത്തുന്നവർക്കെതിരെ നടപടിയുണ്ടാകും. ഇവർക്കെതിരെ കേസെടുക്കലും ഒരുപക്ഷെ അറസ്റ്റുമുണ്ടാകും. തന്നെയുമല്ല, ഹണി റോസ് നൽകിയ പരാതിയുടെ പിന്നാലെ പോലീസ് അറിയിച്ചൊരു വ്യക്തമായ കാര്യമുണ്ട്. ഇനി ഇവരുടെ പേജിൽ അനുവാദമില്ലാതെ അല്ലെങ്കിൽ കടന്നു കയറി അശ്ലീല പരാമർശങ്ങൾ നടത്തിക്കഴിഞ്ഞാൽ അവർക്കെതിരെ ഉടനടി കേസെടുക്കുകയും അടുത്ത നടപടിയും ഉണ്ടാകുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടി തുടക്കമാണ് ഈ ബോബി ചെമ്മണ്ണൂരിൻ്റെ അറസ്റ്റിലൂടെ കണ്ടത്. കാരണം പോലീസ് നടപടി ഉണ്ടാകുമെന്ന ഒരു ബോധം പലർക്കും വന്നിട്ടുണ്ട്. തുടർച്ചയായി ബോബി ചെമ്മണ്ണൂർ പലയിടത്തും അധിക്ഷേപ പരാമർശങ്ങൾ ഉന്നയിക്കുമ്പോൾ വീഡിയോകളിലൂടെ താൻ ചെയ്ത് തെറ്റല്ല, താൻ പറഞ്ഞതിൽ ദ്വയാർത്ഥങ്ങളില്ല, എന്നാൽ മറ്റുള്ളവർ വ്യാഖ്യാനിക്കുന്നതാണ് തെറ്റെന്നൊക്കെ ന്യായീകരിക്കുമ്പോഴും ഇത് ആസ്വദിക്കുന്ന ഒരു കൂട്ടരുണ്ട്. ആ ആസ്വദിക്കുന്നവർ ഇത് ഇരയാക്കപ്പെടുന്നവർക്കെതിരായി പരസ്യമായി സമൂഹ മാധ്യമങ്ങളിലൂടെ രംഗത്ത് വരികയും ചെയ്യുന്നു. ഇവർക്കെല്ലാം ഒരു താക്കീത് ഈ നടപടികളിലൂടെ ഉണ്ടായിരിക്കുന്നു. ഈ അറസ്റ്റിലൂടെയും ഇപ്പോൾ കോടതിയിൽ ഉള്ള നടപടികളിലൂടെയും ഉണ്ടായിരിക്കുന്നു. കോടതി വിധിയും അത് ശരിവെക്കുന്നതാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഒരു വലിയ ഒരു മുന്നറിയിപ്പ് ഈ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകും. ഈ അല്പസമയത്തിനകം ഇതുമായി ബന്ധപ്പെട്ട വിധി വരും. തീർച്ചയായും അതിന്റെ വിധി വരുന്ന മുറയ്ക്ക് തിയോഫിലേക്ക് നമ്മുടെ വാർത്താ സംഘത്തിലേക്ക് തിരികെ എത്താം. ആ വാർത്തയിലേക്ക് തിരികെ എത്താം. മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോവുകയാണ്. വാളയാർ പീഡനക്കേസ്. വാളയാർ പീഡനക്കേസിൽ മാതാപിതാക്കളെ പ്രതിയാക്കിയിരിക്കുന്നു CBI കുറ്റപത്രം സമർപ്പിച്ചു. ബലാത്സംഗ പ്രേരണ കുറ്റമാണ് CBI ആ മാതാപിതാക്കൾക്ക് മേൽ ചുമത്തിയിരിക്കുന്നത്. അന്തിമ കുറ്റപത്രം എറണാകുളം CBI കോടതിയിൽ സമർപ്പിച്ചു. പീഡന വിവരം മറച്ചുവെച്ചു എന്നതാണ് കുറ്റം. പോക്സോ IPC വകുപ്പുകൾ ഒക്കെ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. ഇതിൻ്റെ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി സച്ചിൻ വള്ളിക്കാട് ചേരുകയാണ്. സച്ചിൻ, 13ഉം 9ഉം വയസ്സുള്ള 2 കുട്ടികൾ 52 ദിവസത്തിൻ്റെ ഇടവേളയിൽ മരണപ്പെട്ട സംഭവമാണ്. അതിനുശേഷമാണ് ആ കുട്ടികളുടെ ശരീരത്തിൽ നരാധമർ ആരോ പീഡനം നടത്തിയ വിവരം സമൂഹം അറിയുന്നത്. അതിനുശേഷമാണ് അതിൽ പോലീസ് കൃത്യമായ അന്വേഷണത്തിലൂടെ നീങ്ങുന്നത്. ഈ മാതാപിതാക്കളെ ഉയർത്തിപ്പിടിച്ചായിരുന്നു പ്രതിപക്ഷം പല വിധത്തിലും അവരുടെ രാഷ്ട്രീയ ഇച്ഛയ്ക്കനുസരിച്ച് അവരെ കൊണ്ട് തുള്ളിപ്പിച്ചിരുന്നത്. ഇപ്പോൾ ഇതാ CBI, കേന്ദ്രത്തിൻ്റെ CBI ആണ് ഇത് വിവരം അന്വേഷിക്കുന്നത്. ആ CBI മാതാപിതാക്കളെ പ്രതി ചേർത്തിരിക്കുന്നു. എന്തൊക്കെയാണ് ഇതിൻ്റെ വിവരങ്ങൾ, ഏറ്റവും പുതിയ സമഗ്രത? അജിംഷാദ്, തീർച്ചയായും രൂക്ഷമായ വിമർശനമാണ് CBIയുടെ ഇപ്പോൾ മാതാപിതാക്കളെ പ്രതി ചേർത്തതിനെതിരെ ഈ വാളയാർ കേസിൽ മരിച്ച കുട്ടികളുടെ മാതാവ് പ്രതികരിച്ചിരിക്കുന്നത്. കാരണം CBIയുടെ അന്വേഷണത്തിൽ യാതൊരു വിശ്വാസവുമില്ല എന്ന കാര്യമാണ് ഈ മരിച്ച കുട്ടികളുടെ മാതാവ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതേപോലെ തന്നെ സംസ്ഥാന പോലീസ് അന്വേഷിച്ച് കണ്ടെത്തിയതിൽ കൂടുതലൊന്നും CBI അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടില്ല തുടങ്ങിയ
തുടങ്ങിയ കാര്യങ്ങളും മരിച്ച കുട്ടികളുടെ മാതാവ് വ്യക്തമാക്കിയിട്ടുണ്ട്. രൂക്ഷമായ വിമർശനം തന്നെയാണ് കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള CBIയുടെ അന്വേഷണത്തിൽ. ഈ മാതാപിതാക്കൾ ഈ ഘട്ടത്തിലെങ്കിലും പറഞ്ഞിരുന്നോ ഈ എന്താണ് കുട്ടികൾ ഇടുന്ന വസ്ത്രവും ഉയർത്തിപ്പിടിച്ച് പ്രതീകമായി പോലീസും മറ്റ് സംവിധാനങ്ങൾക്കുമെതിരെ സമരം ചെയ്യാൻ ഒരു കൂട്ടർ നിന്നപ്പോൾ അവരുടെ മുമ്പിലേക്ക് ഇവരെ കൊണ്ടെത്തിക്കുകയായിരുന്നു? അതിന് നിദാനമായ രാഷ്ട്രീയ കളികളെക്കുറിച്ച് എന്തെങ്കിലും ഈ ഘട്ടത്തിൽ അവർ തുറന്നു പറഞ്ഞോ മാതാപിതാക്കൾ? സച്ചിൻ, അജിംഷാദ്, അതായത് വലിയ രീതിയിലുള്ളൊരു വിമർശനമായിരുന്നു ആ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാരിനെതിരെയും അതേപോലെ തന്നെ പോലീസിനെതിരെയും വലിയ രീതിയിൽ വലതുപക്ഷ സമര നായകരൊക്കെ നടത്തിയിരുന്നത്. എന്നാൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കൃത്യമായ രീതിയിൽ ആ അന്വേഷണത്തിന് സംസ്ഥാന സർക്കാർ അനുമതി നൽകിയിരുന്നു. അതിൻ്റെ ഭാഗമായി CBI അന്വേഷണം നടത്തി. എന്നാൽ സംസ്ഥാന പോലീസ് കണ്ടെത്തിയതിൽ കൂടുതലൊന്നും CBIയുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടില്ല. അവസാനം ഇപ്പോൾ മാതാപിതാക്കളെ പ്രതി ചേർത്തിരിക്കുകയാണ്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം പറയുന്നത്, ഇത്തരത്തിൽ കുട്ടികൾ പീഡിപ്പിക്കപ്പെട്ട വിവരം മാതാപിതാക്കൾ മറച്ചുവെച്ചു എന്ന ഒരു വാദമാണ് ഇപ്പോൾ CBI കുറ്റപത്രത്തിൽ ഉന്നയിച്ചിരിക്കുന്നത്. അതിനെതിരെ രൂക്ഷമായ വിമർശനം തന്നെയാണ് ഈ മരിച്ച കുട്ടികളുടെ മാതാവ് ഉന്നയിച്ചിരിക്കുന്നത്. കാരണം ഇങ്ങനെ പീഡിപ്പിക്കപ്പെട്ട വിവരം അറിഞ്ഞിരുന്നുവെങ്കിൽ രണ്ടാമത്തെ കുട്ടി പോലും മരണപ്പെടുകയില്ലായിരുന്നു. എന്നാൽ ഈ അന്വേഷണത്തിൽ യാതൊരുവിധ വിശ്വാസവും, CBIയുടെ അന്വേഷണത്തിൽ യാതൊരു വിശ്വാസവുമില്ല എന്ന കാര്യം കൂടിയാണ് ഇപ്പോൾ മാതാവ് വ്യക്തമാക്കിയിരിക്കുന്നത്. അത്തരത്തിൽ വലിയൊരു, അതായത് സംസ്ഥാന സർക്കാർ അന്ന് കൃത്യമായ രീതിയിൽ അന്വേഷണം നടത്തിയിരുന്നു. അതായത് ഈ അന്വേഷണത്തെ അട്ടിമറിക്കാൻ വേണ്ടി ചില ഉദ്യോഗസ്ഥർ ശ്രമിച്ചതിനെതിരെ നടപടിയടക്കം സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ആ നടപടികൾ കൃത്യമായി അന്വേഷണ ഉദ്യോഗസ്ഥരെ മാറ്റി നിർത്തിക്കൊണ്ട് നടപടികൾ സ്വീകരിച്ചു. അതിനുശേഷം കൃത്യമായ രീതിയിൽ അന്വേഷണം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. സമരസമിതി പ്രവർത്തകരും അതേപോലെ തന്നെ മറ്റ് പ്രതിപക്ഷത്തിൽ നേതാക്കളൊക്കെ അന്ന് CBI അന്വേഷണം ആവശ്യപ്പെട്ടു ഇരുന്നത്. എന്നാൽ കൃത്യമായ രീതിയിൽ സംസ്ഥാന സർക്കാർ CBIയുടെ അന്വേഷണത്തിന് അനുമതി നൽകുകയായിരുന്നു. ഇതിന്റെ ഭാഗമായി അന്വേഷണം നടത്തി ഇപ്പോൾ അവസാന കുറ്റപത്രത്തിലാണ് മാതാപിതാക്കളെ മാതാപിതാക്കൾക്കെതിരെ പ്രതി ചേർക്കുന്ന കുറ്റപത്രത്തിലെ ഘടകങ്ങൾ എന്തൊക്കെയാണ്? കാരണം പോക്സോ അടക്കം ചുമത്തിയിട്ടുണ്ട്, ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയിട്ടുണ്ട്. യഥാവിധി ഈ കുട്ടികൾക്ക് നേരിട്ട പീഡനങ്ങളെ സംബന്ധിച്ച് നിയമവ്യവസ്ഥയ്ക്ക് മുമ്പിൽ അറിയിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്ന അടക്കമുള്ളവയാണ് കുറ്റപത്രത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായും പോക്സോ കേസ് അടക്കം ചുമത്തിക്കൊണ്ടാണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. കാരണം മരണപ്പെട്ടത് 9ഉം 13ഉം വയസ്സുള്ള 2 പെൺകുട്ടികളായിരുന്നു. അവരിൽ 13 വയസ്സുകാരി പീഡിപ്പിക്കപ്പെട്ടു എന്ന ഒരു ആരോപണമാണ് കുറ്റപത്രത്തിലുള്ളത്. അതിനാൽ തന്നെ ആ പീഡന വിവരം മാതാപിതാക്കൾ മറച്ചുവെച്ചു എന്ന കാര്യമാണ് ഇപ്പോൾ CBIയുടെ കുറ്റപത്രത്തിൽ സമർപ്പിച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ ഇപ്പോൾ മാതാപിതാക്കളെയും പ്രതി ചേർത്തിരിക്കുകയായിരുന്നു. നമുക്കറിയാം 2017 ദാരുണമായ സംഭവം നടക്കുന്നത്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നടന്നിരുന്നു. വലതുപക്ഷ മാധ്യമങ്ങൾ അടക്കം സർക്കാരിനെതിരെ വലിയ രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു. ഈ ചില ആളുകൾ, ചിലർ വ്യക്തി താല്പര്യത്തിന് വേണ്ടി ഈ മാതാപിതാക്കളെ, നിസ്സരായ മാതാപിതാക്കളെ ഉപയോഗിച്ചുകൊണ്ട് വലിയ രീതിയിൽ സമരങ്ങളൊക്കെ നടത്തി ഈ കേസിനെ ഒരു അട്ടിമറിക്കുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനം അന്ന് നടത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ CBI അന്വേഷണത്തിലും സംസ്ഥാന പോലീസ് കണ്ടെത്തിയതിൽ കൂടുതൽ ഒരു അന്വേഷണ പുരോഗതിയും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. അതിനാൽ തന്നെ CBIക്കെതിരെ രൂക്ഷമായ വിമർശനവും അതേപോലെ തന്നെ പ്രതികരണവുമായാണ് ഇപ്പോൾ വാളയാർ കേസിൽ മരിച്ച കുട്ടികളുടെ മാതാവും രംഗത്തെത്തിയിരിക്കുന്നത്. അജിംഷാദ്, തീർച്ചയായും വളരെ നിർണായകമായ വഴിത്തിരിവാണ് വാളയാർ പീഡനക്കേസിൽ. 13ഉം 9ഉം വയസ്സുള്ള കുട്ടികൾ 52 ദിവസങ്ങളുടെ ഇടവേളയിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ട സംഭവമാണ്. അതിനുശേഷമാണ് അവരുടെ ശരീരത്തിലേറ്റ പീഡനങ്ങളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറം ലോകം അറിയുന്നത്. അതിനുശേഷമുള്ള അന്വേഷണത്തിൽ പോലീസ് 4 പേർക്കെതിരെ പ്രതി ചേർത്ത് നടപടികൾ സ്വീകരിച്ചിരുന്നു. പിന്നീട് അത് കോടതി വ്യവഹാരങ്ങളിലേക്കുമൊക്കെ നീങ്ങിയിരുന്നു. പ്രധാനപ്പെട്ട 1ഉം 4ഉം പ്രതികൾ ഈ മാതാവിൻ്റെ ബന്ധുക്കളായിരുന്നു എന്നത് കൂടി ഉണ്ടായിരുന്നു. ഇപ്പോഴിതാ CBI ഏറ്റെടുത്തതിന് ശേഷമുള്ള ഏറ്റവും വലിയ നിർണായകമായൊരു വഴിത്തിരിവെന്നത് ഈ മാതാപിതാക്കൾക്കെതിരെ തന്നെ ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ്, പ്രതി ചേർത്തിരിക്കുകയാണ് CBI കുറ്റപത്രത്തിൽ. മാത്രമല്ല ഈ മാതാപിതാക്കളെ ഉപയോഗിച്ചാണ്
കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ രാഷ്ട്രീയം സർക്കാരിനും പോലീസിനുമെതിരായി സമരങ്ങൾ നയിക്കാനും രാഷ്ട്രീയ പ്രേരിതമായി നീങ്ങാനും ഇവരെ ഉപയോഗിച്ചിരുന്നത് എന്നതും ഓർമ്മശക്തിയെ പരിഹസിക്കാത്തവർക്ക് ഓർമ്മയുണ്ടാകും. തീർച്ചയായും ഇതിൻ്റെ ഒക്കെ വിവരങ്ങൾ കൂടിയാണ് ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി സച്ചിൻ വള്ളിക്കാട് നൽകിയത്. തിരുപ്പതി ക്ഷേത്രത്തിൽ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചവരിൽ മലയാളിയും. പാലക്കാട് വണ്ണാമല സ്വദേശി നിർമ്മൽ ആണ് മരിച്ചത്. മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയാണെന്ന് ബന്ധുക്കൾ അറിയിക്കുന്നു. ഇതിൻ്റെ വിവരങ്ങളും വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി സച്ചിൻ ദേവ് തന്നെ ചേരുകയാണ്. സച്ചിൻ, പാലക്കാട് സ്വദേശിയായ ഒരു മലയാളി ആ മരിച്ചവരിലുണ്ട് എന്ന ഞെട്ടിപ്പിക്കുന്ന വാർത്ത കൂടിയാണ് ഇപ്പോൾ എത്തുന്നത്. എന്തൊക്കെയാണ് ഇതിൻ്റെ വിവരങ്ങൾ? അജിംഷാദ് മരിച്ചവരിൽ തിരുപ്പതി ക്ഷേത്രത്തിൽ തിക്കിലും തിരക്കിലും പെട്ട് ഇന്നലെ മരിച്ചവരിൽ പാലക്കാട് സ്വദേശി മരിച്ചു എന്ന വിവരമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. പാലക്കാട് വണ്ണാമട വെള്ളാരം കൽമേട് സ്വദേശിനി നിർമ്മലയാണ് മരിച്ചത്. ബന്ധുക്കൾക്കൊപ്പമായിരുന്നു ക്ഷേത്ര ദർശനത്തിന് നിർമ്മല പോയിരുന്നത്. നിലവിൽ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. നിർമ്മലയും അതേപോലെ തന്നെ ബന്ധുക്കളും ഉൾപ്പെടെയുള്ള 6 അംഗ സംഘമായിരുന്നു കഴിഞ്ഞ ചൊവ്വാഴ്ച തിരുപ്പതി ദർശനത്തിന് പോയത്. നേരത്തെ ആന്ധ്ര സർക്കാർ വ്യക്തമാക്കിയിരുന്നതിൽ കർണാടകയിൽ നിന്നുള്ളതും അതേപോലെ തന്നെ ആന്ധ്രയിൽ നിന്നുള്ള സ്വദേശികളായിരുന്നു മരിച്ചത് എന്നായിരുന്നു. എന്നാൽ പിന്നീടാണ് ഈ പരിശോധനയിൽ പാലക്കാട് സ്വദേശി കൂടി മരിച്ച വിവരം അറിയുന്നത്. അവരുടെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. അജിംഷാ, നിർമ്മലയാണല്ലേ? നിർമ്മല എത്ര വയസ്സുണ്ട്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ, അതായത് തിരുപ്പതിയിലേക്ക് ഈ തീർത്ഥാടനത്തിന് പോയതാണോ അതോ അവിടെ ഏതെങ്കിലും ജോലിക്ക് പോയ ഘട്ടത്തിൽ തിരുപ്പതിയിൽ സന്ദർശനത്തിന് പോയാണോ, ഇത്യാദി വിവരങ്ങളൊക്കെ അറിയുന്നുണ്ടോ? അജിംഷാദ് 52 വയസ്സാണ് നിർമ്മലക്കുള്ളത്. തിരുപ്പതി ദർശനത്തിന് വേണ്ടിയാണ് തിരുപ്പതി വൈകുണ്ഠ ഏകാദശിയോടനുബന്ധിച്ചുള്ള ദർശനത്തിന് വേണ്ടിയാണ് തിരുപ്പതി ക്ഷേത്രത്തിലേക്ക് പോയത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, 6ഓളം പേരായിരുന്നു അവിടെ തിരുപ്പതി വൈകുണ്ഠ ഏകാദശിക്കായുള്ള ടോക്കൺ എടുക്കുന്നതിനിടെ ഉണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചിരുന്നത്. അതിൽ മലയാളി കൂടിയായിട്ടുള്ള പാലക്കാട് വണ്ണാമട വെള്ളാരങ്കൽമേട് സ്വദേശിനി നിർമ്മലയും ആണ് മരിച്ചത്. തിരുപ്പതി ക്ഷേത്രത്തിൽ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചവരിൽ മലയാളിയുമുണ്ട്. പാലക്കാട് വണ്ണാമല സ്വദേശി നിർമ്മല, 52 വയസ്സുള്ള നിർമ്മലയാണ് മരിച്ചത്. തീർത്ഥാടനത്തിനായി പോയതാണ്. മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. ഇന്നലെ വൈകുന്നേരം 7 മണിയോടുകൂടിയായിരുന്നു അപകടമുണ്ടായ. സംഭവ സ്ഥലം സന്ദർശിച്ച് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 25 ലക്ഷം രൂപ ധനസഹായവും പ്രഖ്യാപിച്ചിരുന്നു. ഇതിൻ്റെ ഒക്കെ വിവരങ്ങളാണ് ഞങ്ങളുടെ പ്രതിനിധി സച്ചിൻ വള്ളിക്കാട് നൽകിയത്. NM വിജയനെ കൊന്നതാണ് കോൺഗ്രസ്. വയനാട് DCC ട്രഷറർ NM വിജയനും മകന്റെയും മരണത്തിൽ ആത്മഹത്യാ പ്രേരണാക്കുറ്റം ചുമത്തി IC ബാലകൃഷ്ണൻ MLAയും DCC പ്രസിഡന്റ് ND അപ്പച്ചനും ഉൾപ്പെടെ 4 പ്രതികൾ. KK ഗോപിനാഥ് 3-ാം പ്രതിയാണ്. അസ്വാഭാവിക മരണത്തിനെടുത്ത കേസിലെ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പ്രേരണാക്കുറ്റം കേസിൽ ഉൾപ്പെടുത്തിയത്. റിപ്പോർട്ട് കാണാമതി. DCC പ്രസിഡന്റ് ND അപ്പച്ചൻ, KK ഗോപിനാഥൻ, PV ബാലചന്ദ്രൻ എന്നിവരുൾപ്പെടെയുള്ള പേരുകളാണ് NM വിജയന്റെ ആത്മഹത്യാക്കുറിപ്പിലുള്ളത്. ഇവരെ പ്രതി ചേർത്ത് പോലീസ് ബത്തേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ റിപ്പോർട്ട് നൽകി. അസ്വാഭാവിക മരണത്തിന് നേരത്തെ എടുത്ത കേസിൽ ഇന്നലെ ആത്മഹത്യാ പ്രേരണ കുറ്റം പോലീസ് ചേർത്തിരുന്നു. മാനന്തവാടി സബ് ജുഡീഷ്യൽ കോടതിയിലെ കേസ് ഇനി ബത്തേരി കോടതിയിലായിരിക്കും തുടരുക. കത്തിന്റെ വിശദപരിശോധനകൾ പോലീസ് നടത്തുന്നുണ്ട്. വൈകാതെ കൂടുതൽ നടപടികളിലേക്ക് കടക്കും. ആത്മഹത്യാക്കുറിപ്പിൽ പേരുള്ളവരുടെ മൊഴിയും രേഖപ്പെടുത്തിയേക്കും. കോഴ ഇടപാടിൽ ബത്തേരി പോലീസ് 2 കേസുകൾ ഇന്നലെ രജിസ്റ്റർ ചെയ്തിരുന്നു. ബത്തേരി അർബൻ ബാങ്കിൽ ജോലിക്കായി പണം നൽകി വഞ്ചിതരായവരുടെ പരാതികളിൽ ബത്തേരി ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറിമാരായ മണ്ണിൽ സക്കരിയ, മലവയിൽ UK പ്രേമൻ, ചാലിൽ തൊടുകയിൽ CT ചന്ദ്രൻ എന്നിവർക്കും ജോർജ് കുര്യനുമെതിരെയാണ് കേസ്. പുൽപ്പള്ളി കളനാടിക്കൊല്ലി സ്വദേശി VK സായൂജ്, താളൂർ അപ്പോഴത്ത് പത്രോസ് എന്നിവരുടെ പരാതിയിലാണ് കേസ്. അർബൻ ബാങ്ക് ഡയറക്ടർ കൂടിയായിരുന്ന മണ്ണിൽ സക്കരിയ 2 കേസിലും പ്രതിയാണ്. കേസിൽ നിർണായക നടപടികൾ വരും ദിവസങ്ങളിലുണ്ടാകും. സംഭവത്തിൽ വിജിലൻസ് അന്വേഷണവും തുടരുന്നുണ്ട്. കൂടുതൽ മൊഴികൾ വിജിലൻസ് അന്വേഷണ സംഘം രേഖപ്പെടുത്തി. കൈരളി ന്യൂസ്, വയനാട്. പാർട്ടി നേതാക്കൾ വഴി NM വിജയന്റെ കുടുംബത്തിന് സാമ്പത്തിക ബാധ്യത ഉണ്ടായിട്ടുണ്ടെങ്കിൽ കോൺഗ്രസ് പാർട്ടിക്ക് അതിൽ ഉത്തരവാദിത്വമുണ്ടെന്ന് മലക്കം മറിഞ്ഞ് VD സതീശൻ.
എൻ എം വിജയൻ്റെ മരണം ആത്മഹത്യയല്ല കൊലപാതകമാണെന്ന് എം വി ഗോവിന്ദ മാസ്റ്ററും പ്രതികരിച്ചു. നേതാക്കൾ വഴി എൻ വിജയന്റെ കുടുംബത്തിന് സാമ്പത്തിക ബാധ്യത ഉണ്ടായിട്ടുണ്ടെങ്കിൽ കോൺഗ്രസ് പാർട്ടിക്ക് അതിൽ ഉത്തരവാദിത്വമുണ്ടെന്ന് വി.ഡി. സതീശൻ. നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്നും എന്നാൽ കോൺഗ്രസ് പാർട്ടി അന്വേഷണം അതിന്റെ വഴിക്ക് നീങ്ങുമെന്നും വി.ഡി. സതീശൻ പറയുന്നു. പാർട്ടി അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ശരിയാണോ? പാർട്ടി അന്വേഷണം നടത്തിയിട്ടൊരു ഫൈൻഡിങ് വന്നാൽ അതിൻ്റെ അകത്തൊരു തീരുമാനം പാർട്ടി എടുക്കും. പോലീസ് പരാതിയുടെ പുറത്ത് കേസെടുത്തിട്ടുണ്ട്. അത് നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ. എൻ വിജയന്റെ ആത്മഹത്യക്കുറിപ്പിൽ തന്റെ പേരുണ്ടെന്നുള്ളത് സത്യമാണെന്ന് എൻ.ഡി. അപ്പച്ചൻ. പാർട്ടിക്കകത്ത് താൻ ബലിയാടാവുകയാണെന്നും അപ്പച്ചന്റെ പ്രതികരണം. എന്റെ പേര് എന്റെ പേരുണ്ട്, വേറെ കുറെ ആൾക്കാരുടെ പേരും എന്നതുകൊണ്ട് ഇപ്പൊ ഞാൻ ഇതിൽ രക്ഷയാകേണ്ട കാര്യമുണ്ടോ? ഞാൻ ഇടപാട് പോലും നടത്തിയിട്ടില്ല. കത്തെഴുതി വെച്ചതിന്റെ പേരിൽ ഇപ്പൊ ഞാനും ഒരു ബലിയാടാകുക. എൻ വിജയന്റെ കുടുംബം പാർട്ടി കുടുംബമാണെന്നും നടന്ന സംഭവങ്ങളിൽ സഹതാപമുണ്ടെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറയുന്നു. എൻ വിജയന്റെ മരണം ആത്മഹത്യയല്ല കൊലപാതകമാണെന്ന് എം വി ഗോവിന്ദൻ മാസ്റ്റർ പ്രതികരിച്ചു. എൻ വിജയന്റെ കുടുംബത്തെ അധിക്ഷേപിക്കുന്ന നിലയിൽ വരെ കോൺഗ്രസ് നേതാക്കൾ പ്രതികരിച്ചത് മനുഷ്യത്വരഹിതമായ പ്രവൃത്തിയാണെന്നും എം വി ഗോവിന്ദൻ മാസ്റ്റർ രൂക്ഷമായി വിമർശിച്ചു. സുധാകരനും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും രണ്ടുപേരും അവരെ ആക്ഷേപിക്കുന്ന നിലയാണ് സ്വീകരിച്ചത്. ആ കുടുംബത്തെ അന്തവും കുന്തവും ഇല്ലാതെ ഒരു കുടുംബമാണ് എന്നും ഞങ്ങളെ ഭീഷണിപ്പെടുത്തുകയാണ് ആ കുടുംബം ചെയ്യുന്നത് എന്നുമാണ് അവർ പ്രതികരിച്ചത്. ശരിയായൊരു കൊലപാതകം തന്നെയാണ്. അപ്പോൾ കൃത്യമായ അന്വേഷണം വേണം, ആവശ്യമായ നടപടി ഉണ്ടാവണം എന്ന് തന്നെയാണ് അത് സംബന്ധിച്ച് ചൂണ്ടിക്കാണിക്കാൻ. ഒരു നിമിഷം പോലും പാഴാക്കാതെ I.C. ബാലകൃഷ്ണൻ MLA സ്ഥാനം രാജിവെക്കുകയാണ് വേണ്ടതെന്ന് CPIM വയനാട് ജില്ലാ സെക്രട്ടറി K. റഫീഖ്. എൻ വിജയന്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിന്റെ കുടുംബത്തെ കോൺഗ്രസ് നേതാക്കൾ അപമാനിക്കുകയാണെന്നും K. റഫീഖ് പറഞ്ഞു. അല്ല, തീർച്ചയായും ഇനി ഒരു നിമിഷം പോലും MLA സ്ഥാനത്തിരിക്കാൻ I.C. ബാലകൃഷ്ണൻ അവകാശമില്ല. അതുകൊണ്ട് അടിയന്തരമായി രാജിവെച്ചൊഴിയുക എന്നതാണ് I.C. ബാലകൃഷ്ണൻ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ പ്രതി ചേർക്കപ്പെട്ട മുഴുവൻ ആളുകളെയും ഉടനടി തന്നെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി തയ്യാറാവണം. ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്. കോൺഗ്രസിനെ പിടിച്ചുലച്ച ബത്തേരി നിയമന തട്ടിപ്പും DCC ട്രഷറർ NM വിജയന്റെയും മകന്റെയും ദാരുണ മരണങ്ങൾക്കും കാരണമായത് കോൺഗ്രസ് നിഗൂഢമായി ആവിഷ്കരിച്ച ഒരു പദ്ധതിയുടെ പരാജയമാണ്. ബത്തേരി സഹകരണ ബാങ്ക് വിഭജന നീക്കമായിരുന്നു അത്. നേതാക്കൾ നിയമനങ്ങൾ വരെ തീരുമാനിച്ച് പണം വാങ്ങി തയ്യാറാക്കിയ ആ നീക്കം അവരെ തന്നെ ഇല്ലാതാക്കുന്ന വിധം തിരിച്ചടിച്ചു. NM വിജയൻ മകന് വിഷം നൽകി കൊല്ലുകയും സ്വയം മരിക്കേണ്ടിയും വന്ന ദാരുണ സംഭവത്തിന് അനേകം വർഷങ്ങൾക്ക് മുൻപാണ് ആ നീക്കമുണ്ടാവുന്നത്. ബത്തേരി സർവീസ് സഹകരണ ബാങ്ക് ഭരണം പിടിക്കാനും പ്രവർത്തന മേഖല വിഭജിക്കാനും കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചു. നെന്മേനി നൂൽപ്പുഴ ബാങ്കുകൾ രൂപീകരിക്കാനും തീരുമാനമുണ്ടായി. ഇവിടേക്ക് 23 നിയമനങ്ങൾ പണം വാങ്ങി നടത്താനുള്ള നീക്കം ആരംഭത്തിൽ തന്നെ പാളിയെങ്കിലും നേതാക്കൾ അതിനകം പണം കൈപ്പറ്റിയിരുന്നു. 2013 ആ ശ്രമങ്ങൾ. ഒരു പഞ്ചായത്തിൽ ഒരു സഹകരണ ബാങ്ക് എന്നത് അക്കാലത്ത് UDF നയമാണ്. വയനാട്ടിൽ ഇതിന്റെ ചുമതലയിൽ പ്രധാനി NM വിജയനായിരുന്നു. BJPക്ക് കൂടി അന്ന് ഭരണ പങ്കാളിത്തമുണ്ടായിരുന്ന ബാങ്കിൽ ഒരു അട്ടിമറിയിലൂടെ ഭരണം പിടിക്കാൻ നേതൃത്വം തീരുമാനിച്ചു. ഒരംഗത്തിന്റെ മുൻതൂക്കം BJPക്ക് അന്നുണ്ടായിരുന്നു. 10 ലക്ഷം നൽകി ആ അംഗത്തെ രാജിവെപ്പിച്ച് ഭരണ സ്വാധീനം ഉപയോഗിച്ച് ബാങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം ഏർപ്പെടുത്താൻ ആ നീക്കങ്ങൾക്കായി. NM വിജയൻ ചെയർമാനായ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി പിന്നീട് നിലവിൽ വന്നു. അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ഭരണത്തിനെതിരെ BJP പിന്നീട് കോടതിയെ സമീപിച്ച് അനുകൂല വിധി നേടിയത് കോൺഗ്രസിന് വൻ തിരിച്ചടിയായി. വ്യവഹാരങ്ങൾക്കും അട്ടിമറിക്കും പണം മുഴുവൻ ചെലവഴിച്ചത് NM വിജയനായിരുന്നു. നിയമനങ്ങൾ നടത്തുമ്പോൾ ബാധ്യത തീർക്കാമെന്നായിരുന്നു നേതാക്കൾ പറഞ്ഞത്. അന്ന് തുടങ്ങിയ ബാധ്യത പിന്നീട് പെരുത്തു. തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പ്രമുഖർ എല്ലാം തോൽക്കുകയും ചെയ്തു. അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി സൃഷ്ടിച്ച ഒഴിവുകളിൽ BJP അനുകൂലികളെ നിയമിക്കുകയും ചെയ്തു. പുതിയ ബാങ്കുകളും രൂപീകരിച്ചു. ഇതോടെ പണം നൽകിയ ഉദ്യോഗാർത്ഥികൾ പ്രശ്നമുണ്ടാക്കി തുടങ്ങി. പിന്നീട് ബത്തേരി അർബൻ ബാങ്കിൽ നിയമനം നൽകാമെന്ന് ഉറപ്പു നൽകി നേതാക്കൾക്ക് വേണ്ടി പണമിടപാട് നടത്തിയതിലും NM വിജയൻ ഇടനിലക്കാരനായി. നിയമനങ്ങൾ കുരുക്കിലായതോടെ ആ ബാധ്യതയും വിജയനുമേൽ വന്നു. ഇപ്പോഴുയരുന്ന രേഖകളിലെല്ലാം NM വിജയന്റെ പേരും ഒപ്പും കാണാം. എന്നാൽ പണമെത്തിയത് നേതാക്കൾക്കായിരുന്നു. പണം തിരികെ നൽകാൻ നിരന്തരം NM വിജയൻ ആവശ്യപ്പെട്ടുവെങ്കിലും ആരും തിരിഞ്ഞു നോക്കിയില്ല. നിരന്തരം KPCCക്ക് കത്തയച്ചെങ്കിലും ഫലമുണ്ടായില്ല. തിരിച്ചടയ്ക്കാനാവാത്ത ബാധ്യത വന്നതോടെ NM വിജയൻ ആത്മഹത്യ ചെയ്യുകയായിരുന്നു. മരണത്തിലും എന്നാൽ നീതി ലഭിക്കാതെയായിരുന്നു ആ മടക്കം. യഥാർത്ഥത്തിൽ അഴിമതികളുടെ ഒരു ഭാഗം പോലും പുറത്തു വന്നിട്ടില്ല. വഞ്ചിക്കപ്പെട്ടവർ പുറത്തു പറയുന്ന ഘട്ടമെത്തിയാൽ കോൺഗ്രസിന് അത് താങ്ങാനായേക്കില്ല. കൈരളി ന്യൂസ്, വയനാട്. കൈരളി ന്യൂസാണ് ഈ വാർത്ത പുറത്തുവിട്ടത്. ഇതിൻ്റെ ഒരു ഏറ്റവും പുതിയ
സ്ഥലം എന്നത് IC ബാലകൃഷ്ണൻ MLA പ്രതി ചേർക്കുന്നു എന്നുള്ളതാണ്. IC ബാലകൃഷ്ണൻ ആദ്യഘട്ടങ്ങളിലൊക്കെ ഇതിനെ തള്ളിപ്പറയുന്ന ഘട്ടമുണ്ടായിരുന്നു. പിന്നീട് തെളിവുകളും വസ്തുതകളുമായി വാർത്തകളെത്തുകയും വലിയ രാഷ്ട്രീയ ചർച്ചയാവുകയും കൊള്ളക്കങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുകയായിരുന്നു. ഒടുവിൽ നിരപരാധിത്വം തെളിയിക്കുന്നതിലേക്ക് നീങ്ങാം, നിയമവ്യവസ്ഥയുമായി സഹകരിക്കാമെന്നൊക്കെ IC ബാലകൃഷ്ണൻ പറയുന്നു. ഇത് IC ബാലകൃഷ്ണൻ മാത്രമല്ല, DCC പ്രസിഡന്റ് MD അപ്പച്ചൻ അടക്കം 4 കോൺഗ്രസ്സുകാർ കൂടിയാണ് ഈ സംഭവത്തിൽ ഇപ്പോൾ പ്രതിയായിരിക്കുന്നത്. ഇതാണ് ഏറ്റവും പുതിയ വിവരങ്ങളായി ഇവിടെ കൂട്ടിച്ചേർക്കാനുള്ളത്. ഇതിലേക്ക് നയിക്കപ്പെട്ട കോൺഗ്രസിൻ്റെ ആസൂത്രിതമായ നീക്കങ്ങൾ നിയമനക്കോഴ തന്നെയാണ്. അതിന് KPCC അടക്കമുള്ള DCC അടക്കമുള്ള നേതാക്കന്മാർക്ക് അറിവോടുകൂടിയാണ് ഈ കാര്യങ്ങളൊക്കെ നടന്നത്. അവർക്കതിന് ഉത്തരവാദിത്വമുണ്ട് എന്നതിലേക്ക് തന്നെയാണ് ചർച്ചകളും പുരോഗമിക്കുന്നത്. എത്തുമ്പോൾ ബോബി ചെമ്മണ്ണൂരിനെതിരായി ഹണി റോസ് നൽകിയ ലൈംഗിക അധിക്ഷേപ കേസ് കോടതിയിൽ ഇപ്പോൾ വാദം പൂർത്തിയായ ഘട്ടമാണ്. ഏത് നിമിഷവും വിധി പ്രഖ്യാപിക്കാം. ജാമ്യം ലഭിക്കുമോ ഇല്ലയോ എന്ന് തന്നെയാണ് ഇപ്പോൾ നമ്മളൊക്കെ ഉറ്റുനോക്കുന്നത്. സോഷ്യൽ മീഡിയയിലടക്കം നേരിട്ടടക്കമൊക്കെ ഹണി റോസ് എന്ന നടിയെ അധിക്ഷേപിക്കുന്ന നടപടികളാണ് ബോബി ചെമ്മണ്ണൂരിൻ്റെ ഭാഗത്തുണ്ടായത്. അത് തുടർച്ചയായി ഉണ്ടാകുന്നു. ഹണി റോസിനോട് മാത്രമല്ല, സ്ത്രീ വിരുദ്ധത ഉള്ളടക്കമാക്കിയൊരു ആഘോഷമായിരുന്നു യഥാർത്ഥത്തിൽ ബോബി ചെമ്മണ്ണൂരിൻ്റെ ഹോബി എന്ന് സോഷ്യൽ മീഡിയ പരിധിയാൽ തന്നെ മനസ്സിലാകുന്നതാണ്. അത്തരത്തിൽ അറമാദിച്ചിരുന്ന ഒരാളെ കൂടിയാണ് ഇപ്പോൾ പോലീസ് കയ്യാം വച്ചിരിക്കുന്നത്. കേരളത്തിൻ്റെ അഭിമാനകരമായ നീക്കമായി തന്നെയാണ് അതിനെ പൊതുവിൽ വിലയിരുത്തപ്പെട്ടത്. ഇനി അത് കോടതിയുടെ പക്ഷത്തേക്കാണ്. കോടതി എന്താണ് തീരുമാനമെടുക്കുന്നത് എന്നറിയാനാണ് നാം ഒക്കെ കാത്തിരിക്കുന്നത്. ജാമ്യം നൽകരുതെന്നും അവിടെ സ്ത്രീ അധിക്ഷേപത്തിലും കയ്യിൽ കടന്നു പിടിച്ചതും അടക്കമുള്ളവ കുറ്റങ്ങൾ ചുമത്തിയുള്ള കേസാണെന്നും പ്രോസിക്യൂഷൻ സർക്കാർ വാദിക്കുകയാണ് ജാമ്യത്തിനെതിരെ. പക്ഷേ പ്രതി ജാമ്യം ലഭിക്കാൻ സ്വാഭാവികമായും അയാളുടെ വാദങ്ങളും നിരത്തിയിട്ടുണ്ട്. എന്തായിരുന്നാലും ഈ വാദങ്ങളൊക്കെ പൂർത്തിയായി അല്പസമയത്തിനകം വിധി പറയും. അതിലേക്കാണ് ഇതിൻ്റെ വിവരങ്ങളുമായി ഇപ്പോൾ തിയോഫിൻ കോടതി വളപ്പിൽ നിന്ന് തന്നെ ചേരുന്നു. തിയോഫിൻ, എന്തൊക്കെയാണ് കോടതിയിൽ ഇന്ന് ഉയർന്ന വാദങ്ങൾ? ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? എപ്പോഴായിരിക്കും വിധി എത്തുക? എന്തൊക്കെ വിശദാംശങ്ങൾ? ഉടനെ തന്നെ വിധി ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അജിംഷാദ്. എന്തായാലും കാരണം ഇത്തരത്തിലൊരു സ്ത്രീ വിരുദ്ധത വലിയ തോതിൽ പ്രചരിപ്പിക്കുകയും ഒട്ടേറെ പേർക്ക് സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ നടത്തുന്നതിന് ഒരു പ്രചോദനമാവുകയും ചെയ്ത വ്യക്തിയാണ്. അയാൾക്കെതിരെയാണ് ഒരു ശക്തമായ നടപടി ഉണ്ടായിരിക്കുന്നത്. ഇതിന് ജുഡീഷ്യറിയാണ് ഇതിൽ നിർണായക തീരുമാനമെടുക്കുന്നത്. എന്തായാലും എറണാകുളം 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഇതിലൊരു നിർണായക വിധി ഉടൻ തന്നെ ഉണ്ടാകും. ആ വിധിയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എല്ലാവരും ഉറ്റുനോക്കുന്നത് അതാണ്. ഹണി റോസിനെതിരെ നടത്തിയ ഒരു പരാമർശത്തിൽ തുടങ്ങുമ്പോൾ അതിൽ നിന്ന് മാത്രമല്ല ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ, ദ്വയാർത്ഥ പ്രയോഗമുള്ള പരാമർശങ്ങൾ, അതിനെ ന്യായീകരിക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തുന്നു. പോലീസ് കസ്റ്റഡിയിൽ ഇരിക്കുമ്പോൾ പോലും താൻ ചെയ്തത് കുറ്റമല്ല എന്ന് പറയുന്നു. കോടതിയിലും കുറ്റം ചെയ്തിട്ടില്ല എന്ന് വാദിക്കുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വാദം ഉന്നയിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ ഇപ്പോൾ ജാമ്യത്തിനായി പ്രതിഭാഗം അഭിഭാഷകനെ വെച്ച് ആവശ്യപ്പെടുകയാണ്. എന്ത് ഉപാധികളും കോടതി പറഞ്ഞാൽ അംഗീകരിക്കാൻ തയ്യാറാണ്, ജാമ്യം നൽകണമെന്നാണ് പ്രതിഭാഗം ആവശ്യപ്പെടുന്നത്. പക്ഷേ ഈ സ്ത്രീ വിരുദ്ധത ഇത്രയും പ്രചരിപ്പിക്കുകയും ഒട്ടേറെ പേർക്ക് സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ നടത്താൻ സോഷ്യൽ മീഡിയയിലെത്തി സ്ത്രീകളെ അധിക്ഷേപിക്കാനുള്ള ഒരു വഴിയൊരുക്കി. കാരണം ഈ ബോബി ചെമ്മണ്ണൂർ നടത്തിയ പരാമർശങ്ങൾ ഒട്ടേറെ പേർക്ക് തെറ്റായ മാതൃകയായിട്ടുണ്ട്. അതുകൂടി കണക്കിലെടുത്താണ് പ്രോസിക്യൂഷൻ ഇയാളെ ജാമ്യത്തിൽ വിടരുതെന്ന് ആവശ്യപ്പെടുന്നത്. അതോടൊപ്പം തന്നെ ഒളിവിൽ പോകാനുള്ള സാധ്യതയുണ്ട് എന്നും പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. എന്തായാലും ജാമ്യം നൽകരുത് എന്നാണ് പ്രോസിക്യൂഷൻ്റെ വാദം. എന്ത് ഉപാധികളും സമ്മതിക്കാൻ ജാമ്യം വേണമെന്ന പ്രതിഭാഗവും വാദിച്ചിട്ടുണ്ട്. ഇതിലാണ് കോടതി അല്പസമയത്തിനകം വിധി പറയുക. ഒപ്പം കഴിഞ്ഞ ദിവസം പരാതിക്കാരിയ ഹണി റോസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നൽകിയ രഹസ്യമൊഴിയുടെ പശ്ചാത്തലത്തിൽ ആ മൊഴി കൂടി കണക്കിലെടുത്തുകൊണ്ട് ആ മൊഴിയിൽ നൽകിയ അല്ലെങ്കിൽ എന്താണ് പരാതിക്കാരി പറഞ്ഞിട്ടുള്ളത് എന്ന കാര്യങ്ങൾ കൂടി പരിഗണിച്ചാവും കോടതിയുടെ ഭാഗത്തു നിന്നും ഇതിലൊരു വിധി ഉണ്ടാവുക. ആ വിധിക്ക് വേണ്ടിയാണ് ഇപ്പോൾ നമ്മൾ കാത്തു നിൽക്കുന്നത്. ഉടൻ തന്നെ വിധി ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. എന്തായാലും ഇതൊരു ഒരു പാഠമാകും എന്നത് തന്നെ എന്ന കാര്യത്തിൽ സംശയമില്ല. എന്ത് നടപടി കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായാലും പോലീസും ഇതൊരു ഒട്ടേറെ പേർക്ക് ബോബി ചെമ്മണ്ണൂർ എന്ന വ്യക്തിക്ക് മാത്രമല്ല ഈ വ്യക്തി പറയുന്നതും ചെയ്യുന്നതും കണ്ട് ഒരു പക്ഷേ അതാണ് ശരി, അല്ലെങ്കിൽ അതിനെ അനുകൂലിച്ചുകൊണ്ട് കൃത്യമായി ആ വാക്ക് തന്നെ പറയാം. അജിംഷാദ് നേരത്തെ സൂചിപ്പിച്ച അങ്ങനെ ഒരു അർമാദിക്കൽ നടത്തിയ, അങ്ങനെ അർമാദിച്ച ഒരു വ്യക്തി, അയാൾക്ക് പിന്നാലെ പിന്തുണ നൽകിയ ഒരു കൂട്ടം ആരാധക വൃന്ദം, അല്ലെങ്കിൽ ഉപചാരക വൃന്ദം,
അങ്ങനെ കുറേ പേർ സോഷ്യൽ മീഡിയയിൽ ഫേക്ക് അക്കൗണ്ടുകൾ വരെ ഉപയോഗിച്ച് ഇയാൾക്ക് പിന്തുണ നൽകുന്നു, അയാളുടെ വീഡിയോകൾക്ക് താഴെ അനുകൂല കമൻറ്റുകൾ ഇടുന്നു. ഒപ്പം ഇരയാക്കപ്പെടുന്നവരുടെ സമൂഹ മാധ്യമ പേജുകളിലെത്തി അവരെ അധിക്ഷേപിക്കുന്ന കമൻറ്റുകൾ ഇടുന്നു. അത്തരം പോസ്റ്റ് ഇട്ടവർക്കെതിരെയെല്ലാം ഇവർക്കെല്ലാം മുന്നറിയിപ്പാണ് പോലീസിൻ്റെ അറസ്റ്റ്. ഈ ബോബി ചെമ്മണ്ണൂരിനെ പോലീസ് അറസ്റ്റ് ചെയ്ത നടപടി എത്ര വേഗം കാര്യങ്ങൾ ചടുല വേഗത്തിൽ കാര്യങ്ങൾ നീക്കി ഒരു അറസ്റ്റ് ഉണ്ടായി എന്നും അത് മജിസ്ട്രേറ്റിന് മുന്നിൽ തന്നെ എത്രയും വേഗം ഹാജരാക്കുകയും ചെയ്തു എന്നതാണ്. അങ്ങനെയെങ്കിൽ ഈ കുറ്റക്കാർക്കെതിരെ കൃത്യമായി തന്നെ യാതൊരു പരിഗണനയും ഇല്ലാതെ അത് ഉന്നതനാണോ വ്യവസായിയാണോ പണക്കാരനാണോ ഏത് നിലയിൽ സ്വാധീനമുള്ള വ്യക്തിയാണോ എന്നൊന്നും നോക്കാതെ ശക്തമായ നടപടി ഉണ്ടാകും എന്നത് അല്ലെങ്കിൽ ആ ഒരു മുന്നറിയിപ്പാണ് ഈ നടപടികളിൽ ഉണ്ടായിരിക്കുന്നത്. ഇനി ജുഡീഷ്യറിയുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ട തീരുമാനം കൂടിയാണ് ഇനി വരേണ്ടതുള്ളൂ. അതിനുവേണ്ടി മാത്രമാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ബാക്കി എല്ലാ നടപടികളും ഓരോ ഘട്ടം ഘട്ടമായി കൃത്യമായി പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഇത്തരക്കാർക്ക് മുന്നറിയിപ്പ് നൽകുന്ന ഒരു പാഠമാകേണ്ട രീതിയിലുള്ള പ്രവർത്തനമാണ്. അതാണ് ബോബി ചെമ്മണ്ണൂരിൻ്റെ അറസ്റ്റിലൂടെ പോലീസ് നൽകിയ സന്ദേശം. ഒരുപാട് പേർക്ക് ഇനി വാണിംഗ് ഉണ്ട്. ബോബി ചെമ്മണ്ണൂരിനെതിരെ മാത്രമല്ല തൻ്റെ സമൂഹ മാധ്യമ പേജുകളിലെത്തി അതേപോലെ തൻ്റെ വീഡിയോകളിൽ കമൻറ്റുകൾ ഇട്ടവർ ഒപ്പം തൻ്റെ പല സ്ഥലങ്ങളിൽ നിന്ന് ചിത്രങ്ങളും വീഡിയോകളും എടുത്ത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ച് ഒരു വീഡിയോ ഇട്ടിട്ട് ആ വീഡിയോയിൽ കൂടുതൽ പേർ കാണുന്നതിനായി തൻ്റെ ഫോട്ടോ ഉൾപ്പെടെ കാണിച്ച് ഒരു പക്ഷേ അശ്ലീല പരാമർശം അല്ലെങ്കിൽ ദ്വയാർത്ഥ പ്രയോഗമുള്ള വാക്കുകൾ ഉപയോഗിച്ച് അത്തരം പരാമർശങ്ങളുടെ ക്യാപ്ഷനുകളോടുകൂടി വീഡിയോ പ്രചരിപ്പിച്ചവർ അത്തരം വീഡിയോ തമ്പനയിലിട്ട് വീഡിയോ പ്രചരിപ്പിച്ചതിനെതിരെയും പരാതി പറഞ്ഞിട്ടുണ്ട്. ഇതും കഴിഞ്ഞ ദിവസം നൽകിയ മൊഴിയിൽ ഹണി റോസ് മജിസ്ട്രേറ്റിനോട് ആവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരക്കാർക്കെതിരെ നടപടിയുണ്ടാകും. അപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വീഡിയോ പ്രചരിപ്പിച്ച യൂട്യൂബർമാർ, വ്ളോഗർമാർ, അതോടൊപ്പം ഫേക്ക് അക്കൗണ്ടുകൾ ഉപയോഗിച്ച് സമൂഹ മാധ്യമ അക്കൗണ്ടുകൾക്ക് കീഴിൽ വന്ന ഈ വീഡിയോകൾക്ക് കീഴിലായിട്ട് ബോബി ചെമ്മണ്ണൂരിൻ്റെ വീഡിയോയ്ക്ക് കീഴിലും ഹണി റോസിൻ്റെ പേജിലടക്കം പരാമർശങ്ങൾ ദ്വയാർത്ഥ പരാമർശങ്ങളും അശ്ലീല അധിക്ഷേപ പരാമർശങ്ങളും നടത്തിയവർക്കെതിരെ നടപടിയുണ്ടാകും. ഇതെല്ലാം കേസെടുത്ത നടപടിയിലേക്ക് പോകുമെന്നാണ് പോലീസ് നൽകുന്ന സൂചന. അത് പോലീസ് വ്യക്തമാക്കുകയും ചെയ്തു. അതിൻ്റെ ആദ്യ ഘട്ടമാണ് ബോബി ചെമ്മണ്ണൂരിൻ്റെ അറസ്റ്റ്. തുടർ അറസ്റ്റുകളും ഇനി ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇതിനിടയിൽ ഫേക്ക് അക്കൗണ്ടുകൾ ഉണ്ടാക്കി ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയവർ, അധിക്ഷേപങ്ങൾ നടത്തിയവർക്കെതിരെ, കാരണം ഒളിവിൽ മറ്റൊരു മുഖം അണിഞ്ഞിരുന്ന ഒളിവിലുള്ള ഒരു അക്കൗണ്ട്, ഒരു വ്യാജ അക്കൗണ്ട് ഉണ്ടാക്കി അതിന് പിന്നിൽ ഒളിച്ചിരുന്നു കൊണ്ട് എന്തും പറയാമെന്ന ചിലരുടെ തോന്നലുകൾ അത് മാറിക്കിട്ടും. അത്തരക്കാർക്കെതിരെ നടപടിയുണ്ടാകും. അതാണ് പോലീസ് മുന്നോട്ട് വയ്ക്കുന്ന സൂചന. അത്തരക്കാർക്കെതിരെ ഈ സമൂഹ മാധ്യമ അക്കൗണ്ടുകളിൽ, സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകളിൽ ആരെല്ലാം അല്ലെങ്കിൽ പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള ആ അക്കൗണ്ടുകൾ, ഫേക്ക് അക്കൗണ്ടുകൾ ഏതെല്ലാമാണെന്ന് അന്വേഷിക്കുന്നുണ്ട് പോലീസ്. അതിനെക്കുറിച്ചുള്ള വിവരം ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം അധികൃതരിൽ നിന്ന് ലഭ്യമായി കഴിഞ്ഞാൽ ഉടനെ ഇവർക്കെതിരെയുള്ള നടപടികളിലേക്ക് പോലീസ് നീങ്ങും. ഇത്തരക്കാരെ കൃത്യമായി ഇതിന് പിന്നിൽ ആരാണ്, അത് ബോബി ചെമ്മണ്ണൂർ ഫാൻസാണോ, ബോബി ചെമ്മണ്ണൂരിന് പിന്തുണ നൽകുന്ന മറ്റുള്ളവരാണോ, അല്ലെങ്കിൽ ഇയാൾ പറയുന്നത് ആസ്വദിച്ച് ഇത്തരത്തിൽ കമൻറ്റുകളിട്ട് രസിക്കുന്നവർ, അത്തരം ആരാധക വൃന്ദത്തിനും മുന്നറിയിപ്പാണ്. അവർക്കെതിരെ നടപടിയുണ്ടാകും. ഇവർക്കെതിരെ കേസെടുത്ത് ഓരോരുത്തരെയായി അഴിക്കുള്ളിലാക്കുമെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ തുടക്കമാണ് ഇന്ന് നമ്മൾ കണ്ടത്. ഇപ്പോൾ പ്രതിയാക്കപ്പെട്ട ബോബി ചെമ്മണ്ണൂർ തീർച്ചയായും ഇന്നത്തെ വാദങ്ങളിൽ പ്രധാനമായും കോടതിയാണ് സർക്കാർ മുമ്പോട്ട് വെച്ച വാദങ്ങൾ, അതായത് പ്രോസിക്യൂഷൻ മുമ്പോട്ട് വെച്ച വാദങ്ങൾ മാത്രമല്ല, പരാതിക്കാരിയുടെ കൂടുതൽ വിവരങ്ങൾ, അതായത് ഈ പരാതി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ നേരത്തെ തന്നെ ബോച്ചയ്ക്ക് മുമ്പ് തന്നെ പല അറസ്റ്റും നടന്നിരുന്നു. ബോച്ചയിലേക്ക് ബോബി ചെമ്മണ്ണൂരിലേക്ക് എത്തിയത് കൂടുതൽ വാർത്താ പ്രാധാന്യം ലഭിച്ചു എന്നതേ ഉള്ളൂ. അപ്പോൾ സർക്കാർ അതിൻ്റെ മുറ പോലെയുള്ള അന്വേഷണം, പോലീസ് അതിൻ്റെ കൃത്യമായും ഊർജ്ജമായ അന്വേഷണം തന്നെയാണ് നടത്തി വരുന്നത്. ഒരുപക്ഷെ അതൊക്കെ ഈ വാദങ്ങളിൽ പ്രതിഫലിച്ചു ഇന്ന് കോടതി മുറിയിൽ, അല്ലേ? എപ്പോഴേക്കായിരിക്കും വിധി വരിക? എന്താണ് അറിയാനാകുന്നത് കോടതി മുറിക്കുള്ളിൽ നിന്ന്? തീർച്ചയായും ജിംഷാദ്, അല്പസമയത്തിനകം വിധി വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതായത് 3:30 കഴിഞ്ഞാൽ ഉടൻ തന്നെ വിധി വരുമെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞിരുന്നത്. അതിനായുള്ളൊരു കാത്തിരിപ്പാണ് എന്താകും വിധി എന്നറിയാനായി. എന്തായാലും അധികം വൈകാതെ വിധി ഉണ്ടാകും. കാരണം എല്ലാ വശങ്ങളും പരിശോധിച്ചാണ് കോടതി ഒരു വിധി തയ്യാറാക്കുക. അത്തരത്തിലൊരു വിധി പകർപ്പ് തയ്യാറാക്കുന്നു. അതിനുശേഷമായിരിക്കും ഒരു പക്ഷേ എന്തെല്ലാം കാര്യങ്ങൾ പറയണം എന്ന് കോടതി അത് വ്യക്തമായി തന്നെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാകും അത്തരമൊരു വിധി പുറപ്പെടുവിക്കുക. ആ വിധി പുറപ്പെടുവിക്കേണ്ട സമയം മാത്രമേ ഉള്ളൂ. അതിനുവേണ്ടി മാത്രമാണ് തീർച്ചയായും സ്ത്രീ ഒരു ശരീരം മാത്രമല്ല, അവൾ ഒരു വ്യക്തി കൂടിയാണ്, പുരുഷനെ പോലെ തന്നെ.
ആ അവകാശ പോരാട്ടത്തിലാണ് പരിഷ്കൃത ജനതയോടൊപ്പം കേരളവും കേരളത്തിൻ്റെ പൊതുസമൂഹവും. തീർച്ചയായും അതിലേക്ക് തന്നെയാണ് നീങ്ങുന്നത്. അതുതന്നെയാണ് ബോബി ചെമ്മണ്ണൂരിൻ്റെ അറസ്റ്റ് വഴി പ്രതിഫലിച്ചതും. അങ്ങനെ സ്ത്രീവിരുദ്ധർക്ക് കേരളത്തിൽ സ്ഥാനമില്ല, കയ്യാമം വെച്ച് അഴിക്കുള്ളിലേക്ക് പോകുമെന്ന സന്ദേശമാണ് നിയമം വഴി നടപ്പായിക്കൊണ്ടിരിക്കുന്നതും. ഏറ്റവും പുതിയ വിവരങ്ങൾ അല്പസമയത്തിനുള്ളിൽ ജാമ്യം അപേക്ഷയിലുള്ള വിധി, ബോബി ചെമ്മണ്ണൂരിൻ്റെ ജാമ്യാപേക്ഷയിലുള്ള വിധി ഉണ്ടാകും. ഈവനിംഗ് ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു.